വളരെ എന്റർടൈനിങ് ആയിരുന്നു. നല്ല ക്ലാസിക് ഗോളുകളൊക്കെ കാണാൻ കഴിയുന്ന ഒരുപാട് നല്ല സെറ്റ് ഓഫ് ഗെയിംസ് നമുക്ക് ലഭിക്കുകയാണ്. അവിടെ ഇന്റർ കേരളയുടെ ലൈനപ്പ് കാണാം. കറപ്പരിച്ചിൽ അവരുടെ ഒരു അധിക പ്രസൻസ് അവിടെ അദ്ദേഹത്തിന്റെ അനിയനെ കൂടി ഈ ഒരു അവസരത്തിൽ അദ്ദേഹത്തിന്റെ സഹോദരൻ ഡെഫിനറ്റ്ലി ഇനിയുള്ള മൊമെന്റുകളും ശോഭനീയ തന്നെയും ലൈവ് സ്ട്രീമിംഗ് വഴി കാണിച്ചു തരിക കൂടി ചെയ്യുന്നു കേരള ഫുട്ബോൾ അസോസിയേഷൻ. കൂടി അതും ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, വളരെ എക്സ്പീരിയൻസ്ഡ് ആയ 2 സെൻട്രൽ ഡിഫൻഡേഴ്സ് ഉണ്ടായിട്ട് കൂടി അവർ രക്ഷപ്പെടുത്തുന്നു. പക്ഷെ കോർണർ ഒരു രക്ഷയല്ല കേരള യുണൈറ്റഡിനെ സംബന്ധിച്ചിടത്തോളം. കോർണർ ഇൻകമിങ്, നല്ലൊരു ഓപ്പർച്യൂണിറ്റി. പക്ഷേ ഇത്തവണത്തെ ഹെഡറും പുറത്തേക്കാണ് പോകുന്നത്, അകത്തേക്കല്ല ഹെഡർ വരുന്നത്. ഫസ്റ്റ് പോസ്റ്റിലേക്ക് തന്നെയുള്ള ഒരു ഹെഡർ അറ്റംപ്റ്റിൽ ഇന്റർ കേരളയുടെ കോർണർ ഇൻകമിങ് ആൻഡ് ബ്യൂട്ടിഫുൾ ഹെഡർ ആൻഡ് ഇന്റർ കേരള മറ്റൊരിക്കൽ കൂടി മാച്ച് ലീഡ് തിരിച്ചു പിടിക്കുകയാണ്. കേരള യുണൈറ്റഡ് FC-ക്കെതിരെ ഒരു പുതുചരിത്രം എഴുതാനുള്ള ശ്രമത്തിനിടയിലാണ് ഇന്റർ കേരള. എന്തൊരു മികച്ച തിരിച്ചുവരവാണ് അവിടെ ഇന്റർ കേരള നടത്തുന്നതെന്ന് കാണുക. ഇത്തവണത്തെയും ഗോളിന്റെ ശില്പി ആരാണെന്ന് കാണുക. കോർണർ എടുത്തത് അശ്വിൻ തന്നെയാണ്. അശ്വിന്റെ നല്ലൊരു ടോപ്പ് ക്ലാസ് കോർണർ, അതിൽ കൃത്യമായി തലവെച്ചുകൊണ്ട് അത് ഗോളിലേക്ക് വഴി തിരിച്ചു വിടപ്പെടുകയാണ്. വളരെ ഡിഫറന്റ് ആയ ഒരു സ്ട്രാറ്റജി തന്നെയാണ് കേരള യുണൈറ്റഡ്. ഇത്തവണത്തെ നല്ലൊരു ഡെലിവറി, ഇന്റർ കേരള തിരിച്ചു വരുന്നു. അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു, ഏത് നിമിഷം വേണമെങ്കിലും ഒന്ന് മനസ്സ് വെച്ചാൽ തിരിച്ചു വരാനുള്ള മികവ് ഇന്റർ കേരളയ്ക്ക് ഉണ്ട് എന്നുള്ളത്. കണ്ടിന്യൂസ് ആയി ഇപ്പൊ തന്നെ കാണുക, 35-ാമത്തെ മിനിറ്റിൽ ആ ഗോൾ സ്കോർ ചെയ്ത താരം ആരാണ് എന്ന് കാണുക. ജേഴ്സി നമ്പർ 10 അശ്വിൻ ഹിംസെൽഫ്. ലാസ്റ്റ് 2 മാച്ചിലും അശ്വിൻ ഗോൾ അടിച്ചു. ഈ മാച്ചിൽ അദ്ദേഹം വീണ്ടും ഒരു ഗോൾ സ്കോർ ചെയ്യുന്നു. സോ അശ്വിന്റെ ബ്രില്യൻസിൽ ഏറ്റവും മികച്ച രീതിയിൽ തന്നെ ഇന്റർ കേരള മാച്ചിൽ ഒരു സമനില പിടിക്കുകയാണ്.